പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട കായിക താരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ്. ഓൺ 16th November 2013, after playing his 200th and final test match against the West Indies in Wankhede Stadium, Mumbai, Sachin delivered his emotional retirement speech where he expressed his love and gratitude for his well-wishers. നവംബർ 16, 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ 200ാമത്തെ ടെസ്റ്റ് മാച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് മുംബൈയിൽ വെച്ച് നടത്തിയതിന് ശേഷം സച്ചിൻ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവുമൊക്കെ തൻ്റെ അഭ്യുദയകാംക്ഷികൾക്ക് അർപ്പിച്ചുകൊണ്ടാണ് ആ പ്രസംഗം അവതരിപ്പിച്ചത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്, അതിൻ്റെ തുടക്കം. Now let's go through his speech to realize how motivation and encouragement will foster the growth of an individual. അപ്പോൾ നമുക്ക് ഈ സ്പീച്ചിലൂടെ ഒന്ന് കടന്നു പോകാം. എന്നിട്ട് റിയലൈസ് ചെയ്യാം, തിരിച്ചറിയാം എങ്ങനെയാണ് മോട്ടിവേഷൻ, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രേരണ അല്ലേ. മോട്ടിവേറ്റ് ചെയ്യുക എന്താണ്, എൻകറേജ് ചെയ്യുക. ആൻഡ് രണ്ടിനെയും അർത്ഥം ഒന്ന് തന്നെയാണ്. മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് വിൽ ഫോസ്റ്റർ, വളർത്തുക അല്ലേ, ടു ഗ്രോ എന്നാണ്. ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ എങ്ങനെയാണ് ഈ മോട്ടിവേഷനും എൻകറേജ്മെൻറ്റൊക്കെ ഒരു വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിനെ കുറിച്ച് ഒരു 2 വാക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. 1973 ജനനം. വിരമിച്ചുകൊണ്ട് തന്നെ എ ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആൻഡ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹീ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഓഫ് ഓൾ ടൈം ആൻഡ് ദ ഓൺലി പ്ലെയർ ഹു ഹാവ് സ്കോർഡ് 100 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ്. 100 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ് എടുത്ത ഒരേ ഒരു കളിക്കാരൻ. He has many awards to his credit, including the Arjuna Award, the Rajiv Gandhi Khel Ratna Award, the Padma Shri, the Padma Vibhushan, Bharat Ratna, the highest civilian awards. ഇപ്പോൾ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലേ. 1991-92 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് രൂപീകരിക്കുന്നതുവരെ ഇന്ത്യയിലെ പരമോന്നതമായിട്ടുള്ള ഒരു സ്പോർട്സ് ബഹുമതിയായിരുന്നു അർജുന അവാർഡ്. അതും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും വലിയ ഭാരതത്തിൻ്റെ കായിക ബഹുമതിയായിട്ടുള്ള രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മവിഭൂഷൺ, ഭാരതരത്ന ഇതൊക്കെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ 2012 രാജ്യസഭയിലേക്കും അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഫെയർവെൽ സ്പീച്ച് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിടവാങ്ങൽ പ്രസംഗം. ഓൾ മൈ ഫ്രണ്ട്സ്, സെറ്റിൽ ഡൗൺ. അദ്ദേഹം എല്ലാവരോടും അടങ്ങിയിരിക്കാൻ പറയുകയാണ്. എല്ലാവരും അങ്ങനെ ബഹളം കൂട്ടുകയാണല്ലേ. ആ തിരക്കൂടുന്ന ആൾക്കാരോട് ഒന്ന് ചെറുതായിട്ട് അടങ്ങിയിരിക്കൂ എന്ന് പറയുകയാണ്. ലെറ്റ് മീ ടോക്ക്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഐ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇമോഷണൽ. മൈ ലൈഫ് ബിറ്റ്വീൻ 22 years for 24 years. ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് ദാറ്റ് വണ്ടർഫുൾ ജേർണി ഹാസ് കം ടു ആൻ എൻഡ്. അദ്ദേഹം കൂടുതൽ വികാരാധീനനാകുന്നു. 24 കൊല്ലമായിട്ട് ഈ 22 വാരകൾ അല്ലേ, യാർഡ്സ്, അതിൻ്റെ ഇടയിലാണ് ജീവിതം. ആ ജീവിതത്തിന് ഒരറുതി വന്നിരിക്കുന്നു, അതിനൊരന്ത്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അദ്ദേഹം അതിനെ വണ്ടർഫുൾ ജേണി എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ്, ഹാർഡ് എന്നുള്ളതിന് പ്രയാസം അല്ലേ. ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് ദാറ്റ്, വളരെ പ്രയാസമുണ്ട് ഇങ്ങനെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാറ്റ് വണ്ടർഫുൾ ജേണി ഹാസ് കം ടു ആൻ എൻഡ്. ആ ഒരു വണ്ടർഫുള്ളായിട്ടുള്ള യാത്ര, അതിൻ്റെ ഒരു അറുതി വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. But I would like to take this opportunity to thank the people who have played an important role in my life. അങ്ങനെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. I would like to take this opportunity എന്തിന്, to thank the people, നന്ദി പറയാൻ ആളുകൾക്ക്. എങ്ങനെയുള്ള ആളുകൾക്കാണ്? people who have played an important role in my life. എൻ്റെ ജീവിതത്തിൽ ഒരു വൈറ്റൽ റോൾ വഹിച്ച, ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകൾക്ക് നന്ദി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. The most important person in my life, and I have missed him a lot since 1999 when he passed away, is my father. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. 1999 അദ്ദേഹം അന്തരിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ. പറയുന്നു, വിതൗട്ട് ഹിസ് ഗൈഡൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ഇല്ലാതെ I don't think I would have been standing here in front of you. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വമില്ലായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ഗേവ് മീ ഫ്രീഡം അറ്റ് ദ ഏജ് ഓഫ് 11. 11ാം വയസ്സിൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നു അദ്ദേഹം. ആൻഡ് ടോൾഡ് മീ, എന്നോട് പറഞ്ഞു, ദാറ്റ് ഐ ഷുഡ് ചേസ് മൈ ഡ്രീംസ്, ഞാൻ എൻ്റെ സ്വപ്നത്തെ ചേസ് ചെയ്യണം, പിന്തുടരണം എന്ന്. ബട്ട് മേക്ക് ഷുവർ യു ഡു നോട്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ്.
അദ്ദേഹം ഒരു വാണിംഗ് കൂടി തരികയാണ്, താൻ ഒരിക്കലും ഷോർട്ട് കട്ട് കുറുക്കു വഴികൾ സ്വീകരിക്കരുത് എന്ന്. ദ പാത്ത് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, ഒരുപക്ഷെ പോകുന്ന പാത പ്രയാസമേറിയതായിരിക്കും. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്, പക്ഷേ ഒരിക്കലും വിട്ടുകളയരുത്, ഒരിക്കലും നിരാശ തോന്നരുത്. ആൻഡ് ഐ ഹാവ് സിംപ്ലി ഫോളോഡ് ഹീസ് ഇൻസ്ട്രക്ഷൻസ്, ഞാൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ, നിർദ്ദേശങ്ങളെ അനുസരിക്കുക മാത്രമായിരുന്നു. എബോവ് ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട്, ഹീ ടോൾ മീ ടു ബി എ നൈസ് ഹ്യൂമൻ ബീയിങ്, നല്ലൊരു മനുഷ്യനായിരിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. വിച്ച് ഐ വിൽ കണ്ടിന്യൂ ടു ഡു ആൻഡ് ട്രൈ മൈ ബെസ്റ്റ്, അങ്ങനെ ആയിരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും, ഞാനതിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യും. അടുത്ത അദ്ദേഹം പറയുന്നത് അമ്മയെക്കുറിച്ചാണ്. ഐ ഡോണ്ട് നോ ഹൗ ഷീ ഡെൽറ്റ് വിത്ത് സച്ച് എ നോട്ടി ചൈൽഡ് ലൈക്ക് മീ, എന്നെപ്പോലെ ഒരു വികൃതിയായിട്ടുള്ള നോട്ടിയായിട്ടുള്ള ആളെ എങ്ങനെ ആ അമ്മ കൈകാര്യം ചെയ്തു എന്നെനിക്കറിയില്ല. ഐ വാസ് നോട്ട് ഈസി ടു മാനേജ്, എന്നെ അങ്ങനെ എളുപ്പം മാനേജ് ചെയ്യാവുന്നൊരു വ്യക്തിയായിരുന്നില്ല, ആകപ്പാടെ പൊരിഞ്ഞൊരു സാധനമായിരുന്നു. ഷീ മസ്റ്റ് ബി എക്സ്ട്രീംലി പേഷ്യൻറ്റ്, ഒരുപക്ഷെ അവർ അങ്ങേയറ്റം ക്ഷമയുള്ളവരായിരിക്കും. ഫോർ എ മദർ the most important thing is that her child remains safe and healthy and fit. ഏതൊരമ്മയ്ക്കും the most important thing is, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് her child remains safe, തൻ്റെ കുട്ടി സേഫായിട്ടിരിക്കണം, അതുപോലെ തന്നെ ഹെൽത്തിയും ഫിറ്റുമായിട്ടിരിക്കണം എന്നാണ് ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത്. Each and every mother wants their child to be healthy and safe. That was what she was most bothered and worried about. അവരേറ്റവും കൂടുതൽ ആകുലപ്പെട്ടതും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു, തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്. ഷീ ടുക്ക് കെയർ ഓഫ് മീ ഫോർ ദ ലാസ്റ്റ് 24 years that I have played for India. തൻ്റെ അമ്മ തന്നെ പരിപാലിച്ചു ഈ കഴിഞ്ഞ 24 വർഷക്കാലം. that I have played for India, ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച 24 വർഷക്കാലം. ബട്ട് ഈവൻ ബിഫോർ ദാറ്റ്, അതിനു മുമ്പ് ഷീ സ്റ്റാർട്ടഡ് പ്രേയിങ് ഫോർ മീ, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദ ഡേ ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് മുതൽ തന്നെ. ഷീ ജസ്റ്റ് പ്രേയ്ഡ് ആൻഡ് ഐ തിങ്ക് ഹെർ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഹാവ് ഗിവൺ മീ ദ സ്ട്രെങ്ത് ടു ഗോ ഔട്ട് ആൻഡ് പെർഫോം. അവർ തനിക്ക് വേണ്ടി ചെയ്ത മുഴുവൻ പ്രാർത്ഥനകളായിരുന്നു. ഷീ പ്രേയ്ഡ്. ഞാൻ വിചാരിക്കുന്നു ഹെർ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്, അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഹാവ് ഗിവൺ മീ, അതെനിക്ക് തന്നു എന്ത്, ദ സ്ട്രെങ്ത് ടു ഗോ ഔട്ട് ആൻഡ് പെർഫോം, പുറത്തുപോയി പെർഫോം ചെയ്യാനുള്ള എല്ലാ ശക്തിയും എനിക്ക് തന്നത് അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനകളുമായിരുന്നു എന്ന്. സോ എ ബിഗ് താങ്ക് യു ടു മൈ മദർ ഫോർ ഓൾ ദ സാക്രിഫൈസസ്. എല്ലാ ത്യാഗങ്ങൾക്കും എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇൻ മൈ സ്കൂൾ ഡേയ്സ്, അദ്ദേഹം പിന്നീട് സ്കൂൾ കാലത്തേക്ക് വരികയാണ്. ഫോർ 4 years, 4 വർഷത്തോളം, ഐ സ്റ്റേയ്ഡ് വിത്ത് മൈ അങ്കിൾ ആൻഡ് ആൻറ്റ് ബിക്കോസ് മൈ സ്കൂൾ വാസ് ക്വൈറ്റ് ഫാർ ഫ്രം മൈ ഹോം. എൻ്റെ ആദ്യകാലത്ത് ഞാൻ എൻ്റെ അമ്മാവൻ്റെയും അമ്മായിയുടെയും കൂടെയായിരുന്നു, കാരണം മൈ സ്കൂൾ വാസ് ക്വൈറ്റ് ഫാർ ഫ്രം മൈ ഹോം, എൻ്റെ വീട് സ്കൂളിൽ നിന്നും കുറച്ച് അകലെയായിരുന്നു. ആൻഡ് ദേ ട്രീറ്റഡ് മീ ലൈക്ക് ദെയർ സൺ. ദേ, അങ്കിൾ ആൻഡ് ആൻറ്റ്, അവരെന്നെ സ്വന്തം മകനെ പോലെ ട്രീറ്റ് ചെയ്തു. മൈ ആൻറ്റ് ആഫ്റ്റർ ഹാവിങ് ഹാഡ് എ ഹാർഡ് ഡേയ്സ് വർക്ക്, എൻ്റെ അമ്മായി ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം എന്തു ചെയ്യും, ഐ വുഡ് ബി ഹാഫ് അസ്ലീപ്പ്, ഞാനൊരു പക്ഷേ അങ്ങനെ പകുതി മയങ്ങി കിടക്കുകയായിരിക്കും. ആൻഡ് ഷീ വുഡ് ബി ഫീഡിങ് മീ ഫുഡ്, എനിക്ക് ഭക്ഷണം തന്നിരുന്നത് അവരാണ്, അമ്മായി. സോ ഐ കുഡ് ഗോ അഗെയിൻ ആൻഡ് പ്ലേ ടുമാറോ, അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് പിറ്റേ ദിവസം എണീറ്റ് കളിക്കാൻ പോകാൻ സാധിച്ചത്. പാതിമയക്കത്തിൽ എനിക്ക് ഭക്ഷണം തന്ന അമ്മായിയെ ഞാൻ ഓർക്കുന്നു. ഐ കാൺട്ട് ഫോർഗെറ്റ് ദീസ് മൊമെൻറ്റ്സ്, എനിക്കൊരിക്കലും ഈ നിമിഷങ്ങളെ മറക്കാൻ സാധിക്കുകയില്ല. മൈ എൽഡസ്റ്റ് ബ്രദർ, എനിക്കൊരു ബ്രദറുണ്ട്, മൂത്ത സഹോദരൻ നിതിൻ, ആൻഡ് ഹിസ് ഫാമിലി ഹാവ് ഓൾവേസ് എൻകറേജ്ഡ് മീ. നിതിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മൈ എൽഡസ്റ്റ് ബ്രദർ ഡസൻ ലൈക്ക് ടു ടോക്ക് മച്ച്, ഒരുപാട് സംസാരിക്കാത്ത ആളാണ്. ഹി വാസ് നോട്ട് എ ടോക്കറ്റീവ് പേഴ്സൺ. ബട്ട് ദ വൺ തിങ് ഹി ഓൾവേസ് ടോൾ മീ ഈസ് ദാറ്റ്, അങ്ങനെ അധികം സംസാരിക്കാത്ത ആൾ എന്നോട് പറഞ്ഞിരുന്നത് ഇതാണ്, വാട്ട് എവർ യു ഡു, നീ ചെയ്യുന്നത് എന്തായാലും, ഐ നോ യു വിൽ ഓൾവേസ് ഗീവ് ഇറ്റ് 100%. നീ എന്തു തന്നെ ചെയ്താലും നിൻ്റെ 100% അതിലർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ആൻഡ് ദാറ്റ് ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ഇൻ യു, എനിക്ക് നിന്നിൽ മുഴുവൻ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ് എൻകറേജ്മെൻറ്റ് മെൻ്റ് എ ലോട്ട് ടു മീ, അദ്ദേഹത്തിൻ്റെ ആ പ്രചോദനങ്ങൾ എനിക്കൊരുപാട് ഊർജം നൽകി.
മൈ സിസ്റ്റർ സവിത ആൻഡ് ഹെർ ഫാമിലി വാസ് നോട്ട് ഡിഫറെൻറ്റ്. ബ്രദറിനെ പോലെ തന്നെയായിരുന്നു സിസ്റ്ററും സവിത. അവരുടെ ഫാമിലി അവരും വ്യത്യസ്തരായിരുന്നില്ല. ദ ഫസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ് ഓഫ് മൈ ലൈഫ് വാസ് പ്രസൻറ്റഡ് ടു മീ ബൈ മൈ സിസ്റ്റർ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാറ്റ് വാങ്ങി തന്നത് എൻ്റെ സിസ്റ്ററായിരുന്നു. അജിത് മൈ ബ്രദർ വാസ് ദ വൺ ഹു സാക്രിഫൈസ് ഹിസ് കരിയർ ഫോർ മൈ ക്രിക്കറ്റ്. എൻ്റെ ക്രിക്കറ്റിന് വേണ്ടി തൻ്റെ ജോലി തന്നെ ത്യാഗം ചെയ്ത ഒരു മനുഷ്യനാണ് എൻ്റെ സ്വന്തം ബ്രദറായിട്ടുള്ള അജിത്ത്. ഹീ സ്പോട്ടഡ് ദ സ്പാർക്ക് ഇൻ മീ. അദ്ദേഹമാണ് എൻ്റെ ഉള്ളിലെ ആ തീപ്പൊരി അതിനെ സ്പോട്ട് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടെത്തിയത്. ആൻഡ് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം ദ ഏജ് ഓഫ് 11 വെൻ ഹീ ടുക്ക് മീ ടു അച്ചേർക്കർ സർ. ഇപ്പോൾ അച്ചേർക്കർ എന്ന് പറയുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് 11-ാം വയസ്സിൽ എന്നെ കൊണ്ടുപോയി. അദ്ദേഹമാണ് എൻ്റെ കോച്ച്. ആൻഡ് ഫ്രം ദെയർ ഓൺ മൈ ലൈഫ് ചേഞ്ച്ഡ്. അന്ന് മുതൽ എൻ്റെ ജീവിതം ഒരുപാട് മാറി. യു വിൽ ഫൈൻഡ് ദിസ് ഹാർഡ് ടു ബിലീവ്. നിങ്ങൾക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. ദാറ്റ് ഈവൻ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ പോലും, ഹീ കോൾ ടു ഡിസ്കസ് മൈ ഡിസ്മിസൽ. എൻ്റെ ഈ വിടവാങ്ങൽ, എൻ്റെ ഈ ഡിസ്മിസലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അദ്ദേഹം വിളിച്ചിരുന്നു എന്ന്. നോയിങ് ദാറ്റ് ദർ വാസ് എ റിമോട്ട് ചാൻസ് ഓഫ് ബാറ്റിംഗ് അഗെയിൻ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദർ ഇസ് എ റിമോട്ട് ചാൻസ്, ഒരു വിദൂര സാധ്യതയുണ്ട്. എന്തിന്? ഓഫ് ബാറ്റിംഗ് അഗെയിൻ, താൻ വീണ്ടും ബാറ്റ് ചെയ്യുന്നതിന്. ഒരു ബാറ്റ്സ്മാനായി തുടർന്ന് ഒരു വിദൂര സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. The most beautiful thing happened to me in 1990 when I met my wife, Anjali. എനിക്ക് സംഭവിച്ച ഏറ്റവും മനോഹരമായ ഒരു കാര്യം 1990-ലായിരുന്നു. എൻ്റെ ഭാര്യയായ അഞ്ജലിയെ കണ്ടുമുട്ടിയത് അന്നായിരുന്നു. Those were special years and it has continued and will always continue that way. അത് വളരെ സ്പെഷ്യലായിട്ടുള്ള വർഷങ്ങളായിരുന്നു. അതങ്ങനെ സ്പെഷ്യലായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് തുടർന്നു പോകും. ഐ നോ അഞ്ജലി. ബീയിങ് എ ഡോക്ടർ, ദർ വാസ് എ വണ്ടർഫുൾ കരിയർ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവരുടെ മുമ്പിൽ വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കരിയറാണ് ഉണ്ടായിരുന്നത്. വെൻ വി ഡിസൈഡഡ് ടു ഹാവ് എ ഫാമിലി, ഞങ്ങളൊരു ഫാമിലി ആകാൻ തീരുമാനിച്ച സമയത്ത് അഞ്ജലി ടുക്ക് ദ ഇനീഷ്യേറ്റീവ് ടു സ്റ്റെപ്പ് ബാക്ക്. അഞ്ജലി പിറകോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിക്കുമോ, എന്തിൽ നിന്ന്? തൻ്റെ കരിയറിൽ നിന്ന് പുറകോട്ട് പോകാനും. ആൻഡ് സേ ദാറ്റ് യു കണ്ടിന്യൂ വിത്ത് യുവർ ക്രിക്കറ്റ് ആൻഡ് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാമിലി. നിങ്ങൾ ക്രിക്കറ്റുമായി മുമ്പോട്ട് പോകൂ, കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് പിന്നോട്ട് പോയ അഞ്ജലി. വിതൗട്ട് ദാറ്റ്, അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു പ്ലേ ക്രിക്കറ്റ് ഫ്രീലി ആൻഡ് വിതൗട്ട് സ്ട്രെസ്. എനിക്കൊരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ലായിരുന്നു, അല്ലേ, സ്വതന്ത്രമായിട്ട്, അതുപോലെ തന്നെ സ്ട്രെസ് ഇല്ലാതെ. താങ്ക്സ് ഫോർ ബെയറിങ് വിത്ത് ഓൾ മൈ ഫസ് ആൻഡ് ഓൾ മൈ ഫ്രസ്ട്രേഷൻസ് ആൻഡ് ഓൾ സോർട്സ് ഓഫ് റബ്ബിഷ് ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ. എന്നെ ഇതുവരെ സഹിച്ചതിന്, ബെയറിങ് എന്ന് വെച്ചാൽ എന്താണ്? സഹിക്കുക എന്നാണ്, അല്ലേ, ടോളറേറ്റ്. വിത്ത് ഓൾ മൈ ഫസ്, എൻ്റെ ആ ശല്യം, കംപ്ലൈനിങ് നേച്ചർ, ഡിസ്റ്റർബൻസ്. അപ്പോൾ എൻ്റെ ഒരു ഡിസ്റ്റർബൻസ് എല്ലാം സഹിച്ചതിന്, എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സ്, ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിരാശ, എൻ്റെ നിരാശകളെ എല്ലാം സഹിച്ചതിന്, അതുപോലെ തന്നെ ഓൾ സോർട്സ് ഓഫ് എല്ലാ തരത്തിലുമുള്ള റബ്ബിഷ്, നോൺ സെൻസിക്കൽ ടോക്ക്, അല്ലേ, ചൂടായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, അതെല്ലാം സഹിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ ബെയറിങ് വിത്ത് മീ, എന്നെ സഹിച്ചതിന്. ആൻഡ് ഓൾവേസ് സ്റ്റേയിങ് ബൈ മൈ സൈഡ്, എൻ്റെ അരികിൽ നിന്നതിന്. ത്രൂ ഓൾ ദ അപ്സ് ആൻഡ് ഡൗൺസ്, എല്ലാവിധ ഉയർച്ചയിലും താഴ്ചകളിലും തൻ്റെ കൂടെ നിന്നതിന് നന്ദി എന്ന് പറയുന്നു. യു ആർ ദ ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഐ ഹാഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മഹത്തായ പാർട്ട്ണർഷിപ്പാണ് നീയുമായിട്ടുള്ളത് എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത്. ദെൻ ദ ടു പ്രഷ്യസ് ഡയമണ്ട്സ് ഓഫ് മൈ ലൈഫ്, സാറ ആൻഡ് അർജുൻ. പിന്നീട് സച്ചിൻ പറയുന്നത് തൻ്റെ ജീവിതത്തിലെ 2 വിലമതിക്കാനാവാത്ത വജ്രങ്ങളെക്കുറിച്ചാണ്. വൺ ഈസ് സാറ, that is his daughter of 16 years old, and the next is Arjun, his son, who is 14. Time has flown by. കാലം പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാലം ഒരുപാട് കടന്നുപോയി. I wanted to spend time with them on special occasions like their birthdays, their annual days, their sports day, going on holidays, whatever. എനിക്ക് അവരുടെ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള സന്ദർഭങ്ങളിൽ, ബർത്ത്ഡേ പോലെ, ആനുവൽ ഡേ പോലെയുള്ള
സ്കൂളിലും വീട്ടിലുമായിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ അവരോടൊപ്പം കൂടാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഐ ഹാവ് മിസ്ഡ് ഔട്ട് ഓൺ ഓൾ ദോസ് തിങ്സ്. പക്ഷേ എനിക്കതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ കൂടെ കൂടാൻ പറ്റിയില്ല. താങ്ക്സ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നു അല്ലേ? എൻ്റെ വിഷമങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. ബോത്ത് ഓഫ് യു ഹാവ് ബീൻ സോ സ്പെഷ്യൽ ടു മീ, യു കനോട്ട് ഇമാജിൻ. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം നിങ്ങൾ എനിക്ക് ഒരുപാടാണ്. യു ആർ സോ സ്പെഷ്യൽ. ഐ പ്രോമിസ് യു ദാറ്റ് ഫോർ 14 and 16 years I have not spent enough time with both of you. എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, കഴിഞ്ഞ 14-16 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഒരിക്കലും സമയം ചെലവഴിച്ചിട്ടില്ല. ബട്ട് ദ നെക്സ്റ്റ് 16 years or even beyond, ഇനി അടുത്ത 16 വർഷക്കാലം അല്ലെങ്കിൽ അതിനും അപ്പുറം, ദാറ്റ് എവറിത്തിങ് ഈസ് ഫോർ യു. മൈ ലൈഫ് ഈസ് ഫോർ യു. എൻ്റെ ജീവിതം നിങ്ങൾക്കായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. മൈ ഇൻലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, റിലേറ്റീവ് ബൈ മാരേജ്, വൈഫിൻ്റെ ബന്ധുക്കൾ, സഹോദരനോ സഹോദരിയോ, ആനന്ദ് മേത്ത ആൻഡ് അനാബെൽ, both have been so supportive and loving and caring, നിങ്ങൾക്കറിയാമോ അവരെല്ലാവരും. ആനന്ദ് മേത്തയായാലും അനാബെലയായാലും അവരൊരിക്കലും എന്നെ നിരാശപ്പെടുത്തില്ല. അവർ ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ സ്ട്രോങ് ഫാമിലി ഹു ഈസ് ഓൾവേസ് വിത്ത് യു ആൻഡ് ഹു ആർ ഗൈഡിങ് യു. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുള്ള അല്ലേ, ശക്തമായ സ്നേഹമുള്ള ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അത് വളരെ പ്രധാനമാണ്. അവർ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരിക്കും. In the last 24 years that I have played for India, I have made new friends, and before that I have friends from my childhood. അടുത്തത് നന്ദി പറയുന്നത് കൂട്ടുകാർക്കാണ്. കഴിഞ്ഞ 24 വർഷക്കാലം ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പുതിയ സുഹൃത്തുക്കളുണ്ടായി. അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. They have all had a terrific contribution. എൻ്റെ വിജയത്തിൽ അവർക്കെല്ലാവർക്കും വളരെ വലിയ ഒരു പങ്കുണ്ട്. താങ്ക്സ് ഫോർ ബീയിങ് ദെയർ ഫോർ മീ. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൂടെ നിന്നതിൽ. ഇനിയും ഒരുപാട് പേർക്ക് നന്ദി പറയുന്നുണ്ട്. ടെണ്ടുൽക്കർ, ലെറ്റ്സ് സീ ഹൂ ദേ ആർ in the next class. Until then, thank you. Goodbye.